ഹലോ, ഇന്നത്തെ ഒരു ഡേ കണ്ടാലോ? അപ്പോൾ ഇന്ന് ഉച്ചയല്ല, ഒരു 10-11 മണിയായി ട്ടോ. പുറത്ത് നല്ല വെയിലാണ്. വെയിലുണ്ടെങ്കിൽ പോലും ചെറിയൊരു തണുപ്പ് എവിടെയൊക്കെയോ ഉണ്ട്. അപ്പോൾ ഞാനും ഐശുപ്പയും കൂടി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കളിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ പണി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുതിയ പാവയുണ്ടല്ലോ, മായേച്ചി വാങ്ങിക്കൊടുത്തേ, അതിൻ്റെ ഡ്രസ്സൊക്കെ അവൾ ഊരിക്കളഞ്ഞു. അപ്പോൾ എന്നിട്ട് അത് എന്നെക്കൊണ്ട് ഇടിപ്പിക്കുക, അവളത് ഊരിക്കളയുക. ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കളി. അപ്പോൾ കുറച്ച് നേരം അത് കളിച്ചു. അതിൻ്റെ ഇടയിൽ ഐശുവിനിപ്പം ഞാൻ മരുന്ന് കൊടുക്കുകയാണ് കേട്ടോ. അവൾക്ക് ചെറിയ ജലദോഷം ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ അത് മര്യാദയ്ക്ക് ഞാൻ അതിൻ്റെ അളവെടുത്ത് കൊടുത്താൽ അവൾ കുടിക്കില്ല. അപ്പോൾ ഇങ്ങനെ ജ്യൂസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ അവൾ കുടിച്ചോളും. എന്തായാലും നമ്മളോടെ കളി. അപ്പോൾ അവൾ നന്നായിട്ട് മരുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കങ്ങനെ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അശ്രുവിനെ കടയിലോട്ട് പറഞ്ഞേക്കാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അശ്രു വരുമ്പോഴത്തേക്കും ഐശുവിനെ ഉറക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ ഉച്ചക്കേക്കുള്ള കറിയും പരിപാടിയൊക്കെ നടക്കുള്ളൂ. അപ്പം എൻ്റെ 1 മണിക്കൂറത്തെ ഒരു പരിശ്രമമാണ് ഐശുവിനെ ഉറക്കുക എന്നുള്ളത്. അങ്ങനെ ഞാനൊന്ന് ഉറക്കി വന്നതായിരുന്നു. പക്ഷേ ഈ കുട്ടിക്കെന്ന് വെച്ചാൽ വേറെ സൗണ്ടൊന്നും കേൾക്കാൻ പാടില്ല. അവൾക്ക് ഫുള്ള് സൈലൻസ് ആയിരിക്കണം, എന്നാലേ അവൾ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങത്തുള്ളൂ. പക്ഷെ ഞാൻ ഉറക്കി വരുമ്പോഴേക്കും അശ്രു സാധനങ്ങളും വാങ്ങി വന്നു. എന്താ എൻ്റെ 1 മണിക്കൂർ വെറുതെ അങ്ങ് പോയി. കുട്ടിക്ക് വണ്ടിയുടെ സൗണ്ട് കേട്ടതും കുട്ടി ഞെട്ടി എണീറ്റു. എവിടെ നിന്ന് എണീറ്റ് വന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ പിന്നെ അവളെ ഞാൻ പിന്നെ കളിക്കാനായി വിട്ട് ഞാൻ പിന്നെ അശ്രു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അങ്ങ് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അശ്രു എനിക്ക് അവിടെ നിന്ന് മീൻ നേരാക്കി തരുന്നുണ്ട്. മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ, കുഞ്ഞമത്തിയാട്ടോ കിട്ടിയത്. അപ്പോൾ വിചാരിച്ചു കുറച്ച് കറിയും വെക്കുക, കുറച്ച് ഫ്രൈയും ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അശ്രു വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയി. സമയം ഇതിപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊക്കെ നന്നാക്കി കറി വെക്കുമ്പോഴേക്കും ഒരു വിധമാവും. ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടാറ്റാ.